ഹേ എവ്രിവൺ. പൊതുവെ നമ്മൾ പറയാറുണ്ട്, ഒരു നഷ്ടമുള്ള ഒരു കമ്പനിയെക്കാളും ഒരു ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരിക്കും നിക്ഷേപ യോഗ്യമായിട്ടുള്ളത്. പക്ഷെ എത്രയെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതിയോ? ഒരു പോസിറ്റീവ് പ്രോഫിറ്റ് ഉണ്ടാകുക എന്നുള്ളത് മാത്രം കൊണ്ട് ഒരു കമ്പനി നിക്ഷേപ യോഗ്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചിട്ടാണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ പറ്റി നമ്മൾ സംസാരിക്കും. അല്ലെങ്കിൽ ഈ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം വന്നാൽ ഈ പറഞ്ഞ നിക്ഷേപകൻ അതുകൊണ്ട് ഗുണമുണ്ടാകും എന്നുള്ള കാര്യത്തെ പറ്റി സംസാരിക്കും. So welcome to yet another episode of FinFoundry. This is your host Ravi. അപ്പൊ നമ്മള് മുമ്പൊരിക്കൽ ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ വ്യത്യസ്ത തരം പ്രോഫിറ്റുകളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അല്ലെങ്കിൽ നെറ്റ് ഇൻകം. ഇത് മൂന്നൊന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്. പിന്നെ അതിന്റെ കൂടെ തന്നെ കോസ്റ്റ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ WCC ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ. അപ്പൊ നിങ്ങൾ ചാനലിൽ പുതിയതാണെങ്കിൽ നിങ്ങൾ ആ 2 വീഡിയോയും കണ്ടിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പ്രധാനമായും 4 എണ്ണമാണുള്ളത്. അതിൽ റിട്ടേൺ ഓൺ അസറ്റ്സ് വരും, അതായത് ROA വരും, പിന്നീട് റിട്ടേൺ ഓൺ ഇക്വിറ്റി വരും, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് വരും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ വരും. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും വ്യത്യസ്തകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ യൂസ് കേസസ് എന്തൊക്കെയാണ്, ഫ്ലോസ് എന്തൊക്കെയാണ്, നമ്മൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇപ്പൊ റിട്ടേൺ ഓൺ അസറ്റ്സിൽ ROAയുടെ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്നുള്ളതാണ്. അതായത് കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എത്രയുണ്ട്, അതിൽ എത്രത്തോളം പ്രോഫിറ്റ് കമ്പനി ഒരു ശതമാനക്കണക്കിന് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ROA കണ്ടുപിടിച്ച് തരുന്നത്. അല്ലെങ്കിൽ ലളിതമായിട്ട് പറഞ്ഞാൽ 100 രൂപയുടെ അസറ്റിൽ കമ്പനി എത്രത്തോളം ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് ROA കാണിച്ചു തരും. ഒരു സാധാരണക്കാരന് ഈ പറഞ്ഞ ഒരു ROA പഠിച്ചതുകൊണ്ട്, ഒരു സാധാരണ നിക്ഷേപകൻ ROA പഠിച്ചതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാവും? ഇപ്പോൾ ഒരേപോലുള്ള കമ്പനീസ് അല്ലെങ്കിൽ സെയിം സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിന് അവർക്കുള്ളിൽ അവർ എത്രത്തോളം അവരുടെ അസറ്റ്സ് ജനറേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ പറഞ്ഞ ROA ട്രാക്ക് ചെയ്ത് മനസ്സിലാവും. അപ്പൊ ഇത് കൂടുതലായിട്ടും റിലവന്റ് ആയിട്ടുള്ളത് അസറ്റ് ഹെവി ബിസിനസ്സുകൾക്കാണ്. അതായത് ഇപ്പോൾ ബാങ്ക്സ്, ടെലികോം കമ്പനീസ്, NBFCs തുടങ്ങിയ കമ്പനീസിനായിരിക്കും ROA കൂടുതലും റിലവന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ROA എന്ന് വിളിക്കുന്നത് ബേസിക്കലി 1ന്റെ മേളിലായിരിക്കും. അപ്പൊ അതില് ബെറ്റർ ആയിട്ടുള്ള ബാങ്ക്സ്, അതിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തന്നെ നല്ല ബാങ്ക്സുകൾ ഉണ്ടെങ്കിൽ അവരുടെ ROA ബേസിക്കലി ഒരു 1.5 or 2 അതിന്റെ കുറച്ച് മേളിലൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പല കമ്പനികൾക്ക് പല ടൈപ്പ് അസറ്റുകൾ ഉണ്ടല്ലേ. ഇപ്പൊ ചില മാനുഫാക്ചറിങ് കമ്പനീസിന് ഈ പറഞ്ഞ ഫാക്ടറീസ് അല്ലെങ്കിൽ അവരുടെ ടൂൾ മെഷീൻസ്, അവരുടെ പ്രോപ്പർട്ടി, ഇതെല്ലാം അസറ്റ്സ് ആണ്. അപ്പൊ അതിന്റെ പുറത്ത് അവർ ഉണ്ടാക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് ROA. പക്ഷെ ബാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബാങ്ക്സിന്റെ പ്രധാനപ്പെട്ട അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ലോൺ ബുക്കാണ്. അതല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന നാനാവിധത്തിലുള്ള ലോണുകളാണ് ബാങ്കിങ് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന അസറ്റ്. അപ്പൊ അവരുടെ ലോൺ ബുക്കിൽ അവർ എത്രത്തോളം ഈ പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ROA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ROAയിൽ നിന്ന് നമ്മൾ അടുത്തൊരു മെട്രിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ROAയിൽ നമ്മുടെ ഡിനോമിനേറ്റർ, നമ്മുടെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്നുള്ളത്. അപ്പൊ ടോട്ടൽ അസറ്റ്സ് ആണ് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പൊ നമ്മളിവിടെ ഡെറ്റിനെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നില്ല. അതായത് ഓണേഴ്സ് ക്യാപിറ്റൽ, നിക്ഷേപകന്റെ പൈസ, അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല നമ്മളിവിടെ. അപ്പൊ നമ്മൾ അടുത്തൊരു റേഷ്യോയിലിട്ട് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ പറ്റി കുറച്ചുകൂടെ സംസാരിക്കുന്നതാണ്. ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ ഇക്വേഷന്റെ മേലിലുള്ള ആ ഒരു ഫിഗർ എന്ന് വിളിക്കുന്നത് സെയിം ആയിരിക്കും. അതായത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ ROEയിലും പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ബേസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ വരുന്നത് ഇക്വിറ്റി ക്യാപിറ്റലാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിച്ചാൽ ഓണറിന്റെ പൈസ അല്ലെങ്കിൽ നിക്ഷേപകന്റെ പണം എന്ന് പറയാം. ഇക്വിറ്റി ക്യാപിറ്റലിനെ പറ്റി നമുക്ക് വേണേൽ ബാലൻസ് ഷീറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണേൽ റെഫർ ചെയ്താൽ ഇൻ ഡീറ്റെയിൽ ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഈ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലോ ഈ ഇക്വേഷൻ EPS, ഏർണിംഗ്സ് ഓഫ് ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ എന്നൊരു നമ്പറിലോട്ട് മാറ്റാം. അപ്പൊ ഞാൻ ബാലൻസ് ഷീറ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇക്വിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ നമുക്ക് 2 തരത്തിൽ ഡിഫൈൻ ചെയ്യാം. അതായത് റിസോഴ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനിയുടെ നെറ്റ്വർക്ക്. ഇത് രണ്ടും തിയററ്റിക്കലി അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അതായത് കമ്പനിയുടെ നെറ്റ്വർത്തിൽ കമ്പനി എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാലും കമ്പനിയുടെ നിക്ഷേപകന്റെ പണം അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ ബേസിസിൽ, ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ ബേസിസിൽ കമ്പനി എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു പറഞ്ഞാലും നമുക്ക് ROI കിട്ടും. അപ്പൊ അതില് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഡെഫിനിഷന്റെ ബേസിക് ഡെഫിനിഷനോട്ട് തിരിച്ചു പോയാൽ ഈ പറഞ്ഞ ഹൗ എഫിഷ്യന്റ്ലി എക്വിറ്റി ക്യാപിറ്റൽ ഉപയോഗിച്ചാൽ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് ഈ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള അതാണ് നമുക്ക് ROI കാണിച്ചു തരുന്നത്. ഇനി നോക്കിയെന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. ഡെറ്റ് ക്യാപിറ്റലിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ROI ചെറുതായിട്ട് കൂടിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ റിട്ടേൺ മെട്രിക്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ഡെറ്റും എടുക്കാതെ ഒരു 10 ലക്ഷം ഓണറിന്റെ ക്യാപിറ്റൽ കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്നു വെച്ചു. അപ്പൊ അതിൽ ഈ പറഞ്ഞ കമ്പനി 10 ലക്ഷം വർത്ത് അസറ്റിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതായത് 10 ലക്ഷം ഓണറിന്റെ ക്യാപിറ്റൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിക്ഷേപകന്റെ പൈസ വെച്ചിട്ട് 10 ലക്ഷം അസറ്റ്സ് കമ്പനി വാങ്ങുന്നു. അതിനകത്ത് നിന്ന് 1 ലക്ഷം പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കുന്നു. അപ്പൊ അവിടെ ROI ഒന്നായിരിക്കും. കാരണം 10 ലക്ഷം അസറ്റ്സും 10 ലക്ഷം നിക്ഷേപകന്റെ പൈസയും പ്രോഫിറ്റ് 1 lakh പ്രോഫിറ്റ് ആണ്. അപ്പൊ 1/10, അതായത് 0.1 അല്ലെങ്കിൽ 10% എന്ന് പറയാം. അപ്പൊ ഈ 10% ROI എങ്ങനെ ഈ പറഞ്ഞ ഡെറ്റിന്റെ മിക്സ് കൂടുതൽ വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ മാറുന്നു നോക്കാം. അപ്പൊ നമ്മളൊരു 2 ലക്ഷം രൂപ മാത്രമാണ് ഈ പറഞ്ഞ നിക്ഷേപകന്റെ ക്യാപിറ്റൽ. പിന്നെ ബാക്കിയുള്ള ഒരു 8 ലക്ഷം രൂപ നമ്മൾ കടമായിട്ടാണ് കമ്പനി ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ, അപ്പൊ അവിടെ എന്ത് പറ്റും? അപ്പൊ നമ്മുടെ ഇക്വേഷനിലെ ബേസ്, ROIയുടെ ഇക്വേഷനിലെ ബേസ് 2 ലക്ഷമായിട്ട് ചുരുങ്ങും. കാരണം നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റലിന്റെ ബേസിസിൽ മാത്രമാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് തട്ടിച്ച് നോക്കിയിട്ട് ROI കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ ROA എന്ന് പറഞ്ഞാല് അവിടെ ഈ പറഞ്ഞ ബേസിന് ചുരുക്കമൊന്നും ഉണ്ടാകുന്നത് 10 ലക്ഷം അസറ്റ് 10 ലക്ഷം അസറ്റ് ആണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ത് പറ്റും? ഇൻട്രസ്റ്റ് കോസ്റ്റും എല്ലാം കൂടെ തട്ടിക്കഴിഞ്ഞുള്ളതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അവിടെ ROA കുറച്ച് കുറയാം, പക്ഷെ ROEയിൽ മാസീവ് ഇംപ്രൂവ്മെന്റ് വരും. കാരണം എന്താണ്? ROEയുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റലാണ്. അവിടെ 2 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ക്യാപിറ്റലേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. നെറ്റ് പ്രോഫിറ്റിന് ചെറിയൊരു തട്ട് കിട്ടാം ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറയുന്നത് കൊണ്ട്. പക്ഷെ ഇക്വിറ്റി എന്ന ബേസ് കാര്യമായിട്ട് കുറയുന്നത് കാരണം ROE കൂടാം. ഒരു തവണ കൂടാതെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്, നമ്മുടെ ബാലൻസ് ഷീറ്റ് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നെറ്റ് വർത്ത് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഈ പറഞ്ഞ കടം കൂടി വരുമ്പോഴത്തേക്കും നെറ്റ് വർത്ത് കുറയും അല്ലെ. ഒരു സെയിം സെറ്റ് ഓഫ് അസറ്റ് ആണ് നമുക്കുള്ളത്. കടം കൂടി വരുന്ന കേസിൽ എന്ത് പറ്റും? കൂടുതൽ കടത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അതിന്റെ നെറ്റ് വർത്ത് കുറച്ച് കുറവായിരിക്കും. അപ്പൊ അവരുടെ ഇക്വിറ്റി ബേസ് കുറഞ്ഞു, അതിന്റെ പുറത്തുണ്ടാക്കുന്ന പ്രോഫിറ്റ് സായിയായിട്ടുള്ള പ്രോഫിറ്റ് ആണെങ്കിലും ROE എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഒപ്റ്റിക്കലി തോന്നാം. ഇനി നമ്മൾ ഈ പറഞ്ഞ ROEയുടെ യൂസിലോട്ട് നമുക്ക് പോവാം. അപ്പൊ ROEയുടെ ലിമിറ്റേഷൻ, അതായത് ഡെറ്റ് ROE പെരുപ്പിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ROE യൂസ്ഫുൾ മെട്രിക് ആണ്. അപ്പൊ നമ്മൾ ROEയുടെ കാര്യം കൂടുതലായിട്ടുള്ള അസറ്റ് ഹെവി ബിസിനസ്സുകൾ അല്ലെങ്കിൽ സെയിം സെക്ടർ കമ്പനീസിനാണ് നമ്മൾ കൂടുതലായിട്ടും ROA ഉപയോഗിക്കുന്നത് നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇവിടെ ROE ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മെട്രിക് ആണ്. അത് കുറച്ചുകൂടെ മറ്റുള്ള സെക്ടറിലെ ബിസിനസ്സുമായിട്ട് വേണമെങ്കിൽ നമുക്ക് തട്ടിച്ചു നോക്കാം, ഈ എക്സെപ്ഷൻസ് ഒക്കെ കണക്കിലെടുത്തിട്ട്. പിന്നെ നമുക്ക് പ്രധാനമായുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയിൽ ഷെയർ ഹോൾഡർ ഈ പറഞ്ഞ കമ്പനി വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതോ, അല്ലെങ്കിൽ ദീർഘകാലത്ത് കമ്പനിയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ ഉപയോഗിച്ച് വേണ്ടത്ര പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ പറഞ്ഞ ROEയെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വീഡിയോയിൽ ഞാൻ, അതായത് WACC വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റർ ആണ്. അതായത് 10-13% അല്ലെ അതിന്റെ മേളിൽ മറ്റുള്ള ഹയർ ROE ഉള്ള ബിസിനസ് അപ്പുറത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹയർ റിട്ടേൺ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയിലെ കേസൊക്കെ പറയുന്ന പോലെ ഒരു 13% റിട്ടേൺ എനിക്ക് എവിടെയെങ്കിലും കിട്ടും. അപ്പൊ ആ ഒരു കേസിൽ ഞാൻ എന്തിന് ഹയർ റിസ്ക് എടുത്ത് ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ കമ്പനി നിക്ഷേപിക്കണം എന്നാണ് നിക്ഷേപം ചിന്തിക്കുന്നത്. അപ്പൊ അവിടെ ഒരു 10-15% മേളിലെങ്കിലും വേറെ മിനിമം നോക്കി പറഞ്ഞ ROE ഉണ്ടാകണം. കാരണം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് വിളിക്കുന്ന മിനിമം ഒരു 15, ഒരു 13, 14, 15 ആ റേഞ്ച് വരും. കാരണം നിഫ്റ്റിയുടെ റിട്ടേൺ ആണ് ഒരു ബേസ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതിന്റെ മേളിൽ നമുക്ക് വേണ്ടി വരും, വേറെ കാര്യം. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ROE നമുക്ക് വേണമെങ്കിൽ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിട്ട് തട്ടിച്ചിട്ട് ROE പറഞ്ഞ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ താഴെയാണെങ്കിൽ ഈ പറഞ്ഞ കമ്പനി ലോങ് ടൈം വെൽത്ത് ഡിസ്ട്രോയർ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 13% നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ
ഇപ്പൊ ചില ബാങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്പനീസ്. ഇപ്പോൾ ചിലതിനൊക്കെ ഒരു 5% ROE ഒക്കെ കാണത്തുള്ളൂ. ദീർഘകാലമായിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ല എന്നുള്ള കേസിലൊക്കെ സംഭവിക്കുന്നതാണ്. എല്ലാ വർഷവും അവർ പറഞ്ഞ 6% പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ROE ഉണ്ടാക്കുന്നു. പക്ഷെ അവരുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഒരു 13%, 14% അതിന്റെ മേളിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് നോക്കുമ്പോഴത്തേക്കും അവർ ബേസിക്കലി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ROEയുടെ യൂസും അതിന്റെ ലിമിറ്റേഷൻസും. പിന്നെ നമുക്ക് അടുത്ത ROCE എന്നൊരു പ്രോഫിറ്റബിലിറ്റി മെട്രിക്കിലോട്ട് കിടക്കാം. അപ്പൊ അതിൽ നമ്മൾ നേരത്തെ ROEയുടെ കേസിൽ നമ്മൾ ഇക്വിറ്റി മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി പ്ലസ് ഡെറ്റ് എന്ന ഒരു ബേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന പ്രോഫിറ്റിൽ അല്പം വ്യത്യാസമുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഈ പറഞ്ഞ ROCEയുടെ പ്രോഫിറ്റ്. അപ്പൊ EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ എന്നുള്ളതാണ് ROCEയുടെ ഇക്വേഷൻ. അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് ഈ പറഞ്ഞ ടോട്ടൽ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ EBIT പ്രോഫിറ്റ് അല്ലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിയുന്നുള്ളതാണ് ROCE എന്നൊരു മെട്രിക് നമുക്ക് കാണിച്ചത്. അപ്പൊ ഇതില് നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ROCE എന്ന മെട്രിക്കിനെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ WACC വെയിറ്റേജ് അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനീസിന്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫണ്ടുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് അവിടെ വാല്യൂ ക്രിയേഷൻ നടക്കുന്നുണ്ടോ വാല്യൂ ഡിസ്ട്രക്ഷൻ ആണോ നടക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ WACCയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കാണാം. ഇപ്പൊ WACC ഒരു 10% അല്ലെങ്കിൽ 12% ആണെങ്കിൽ ROCE അതിന്റെ താഴെ ഒരു 6% ഒക്കെ ആണെങ്കിൽ ബേസിക്കലി അവിടെ വാല്യൂ ഡിസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. ഇനി നമുക്ക് ഈ ROCEയുടെ ഫ്ലോസിനെ പറ്റി സംസാരിക്കുമ്പോൾ ROCEക്ക് ചില ഏരിയാസിൽ ഇപ്പൊ ബാങ്ക്സിന്റെ കേസിൽ അല്ലെങ്കിൽ NBFCസിന്റെ കേസിൽ അവിടെയൊക്കെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ ഹെവി ആയിട്ട് ഈ പറഞ്ഞ ഡെറ്റിൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെറ്റ് അവരുടെ ബിസിനസ് മോഡലിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കമ്പനീസ് ആണ് ഈ പറഞ്ഞ ബാങ്ക്സ് അല്ല NBFCസിൽ. അപ്പൊ അവിടെ ഈ പറഞ്ഞ ROCE എന്ന് പറഞ്ഞ ഒരു യൂസ്ലെസ് മെട്രിക് ആയിരിക്കും. കാരണം ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് അവരുടെ ഒരു മേജർ എക്സ്പെൻസ് ആണ്. നമ്മൾ നേരത്തെ കുറച്ച് മേളിൽ പോയാൽ ഇക്വേഷനിൽ നോക്കിയാൽ EBIT ഇൻട്രസ്റ്റ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് പറഞ്ഞ ഈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിന് മുമ്പേ ഉള്ള പ്രോഫിറ്റിൽ ഈ പറഞ്ഞ EBIT കണ്ടുപിടിക്കപ്പെടുന്നു. പക്ഷെ ഇൻട്രസ്റ്റ് ആണ് ഈ പറഞ്ഞ ഡെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്കുള്ള മേജർ ആയിട്ടുള്ള ഒരു കോസ്റ്റ് എക്സ്പെൻസ്. അപ്പൊ അവരുടെ ഫൈനാൻസിങ് കോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ് അവരുടെ മേജർ ആയിട്ടുള്ള കോസ്റ്റ്. അപ്പൊ അവിടെ നമ്മൾ EBIT ഡിസ്റ്റോർട്ടഡ് ആവുന്നു. പിന്നെ താഴെ നോക്കുമ്പോഴത്തേക്ക് അവരുടെ മേജർ ആയിട്ട് അവർ ഡെറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞ ROCE എന്ന നമ്പർ ബേസിക്കലി ബാങ്ക്സിന്റെ അല്ലെങ്കിൽ NBFCന്റെ കേസിൽ അത്ര യൂസ്ഫുൾ അല്ല. അവിടെ നമുക്ക് ROE തന്നെ നമുക്ക് അവലംബിക്കേണ്ടി വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാല്യൂ ക്രിയേഷൻ നമുക്ക് നോക്കാം. പിന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട മെട്രിക്കാണ് ROIC. ഇത് അല്പം പ്രീമിയം ആയിട്ടുള്ള ഒരു മെട്രിക്കാണ്. സാധാരണഗതിയിൽ ഇപ്പൊ ബഫറ്റോ അല്ലെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ സാധാരണ കോട്ട് ചെയ്യുന്ന ഒരു മെട്രിക്കാണ്. അപ്പൊ ഇതില് അല്പസ്വല്പം വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതൊരു ROCE അല്ല ROE പോലത്തെ ഒരു മെട്രിക്കാണ്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർ കോർ ആയിട്ടുള്ള ബിസിനസ് എഞ്ചിന്റെ പ്രോഫിറ്റബിലിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ നോൺ കോർ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇപ്പൊ ഉദാഹരണത്തിന് കമ്പനിക്ക് കുറച്ച് ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് കുറച്ച് ബോൺസുകളുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഇതൊന്നും കമ്പനിയുടെ മെയിൻ ബിസിനസ് അല്ലെങ്കിൽ കോർ ബിസിനസ് അല്ല. അപ്പൊ ഈ കോർ ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് ടാക്സ് എന്നൊരു മേജർ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ട് കിട്ടുന്ന ഒരു പ്രോഫിറ്റ്, അതിനാണ് നമ്മൾ നോ പാറ്റ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ നോ പാറ്റ് പ്രോഫിറ്റിനെ ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. അപ്പൊ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിന്റെ കേസ് നേരത്തെ പറഞ്ഞു, ഇക്വിറ്റി പ്ലസ് ഡെറ്റിൽ എന്നാണ് നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് നിന്ന് ഈ പറഞ്ഞ നോൺ കോർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തോരം പൈസ കിട്ടുന്നു, അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ROIC എന്നൊരു മെട്രിക്കിന്റെ ഈ പറഞ്ഞ ബേസ് നോ പാറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. അപ്പൊ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഏറെ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടോ, അപ്പൊ ഇത് കോർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാതെ എന്തെങ്കിലും നിക്ഷേപം ഉണ്ടോ, അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ടോട്ടൽ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്നു. അതായത് അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയുള്ള കോർ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്ന പൈസ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ROICയുടെ കാൽക്കുലേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ROCE പോലെ തന്നെ WACC അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സുമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ROICയും കമ്പയർ ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ROIC ലോങ്ങർ ടൈം ട്രെൻഡില് ഈ പറഞ്ഞ WSCCയുടെ മേളിലാണെങ്കിൽ അത് വെൽ ക്രിയേറ്റർ എന്ന് പറയാം. ഇത് ROICക്കോ അല്ലെങ്കിൽ ROCക്കോ ROEക്കോ ഒരു അപ്പർ ലിമിറ്റ് ഇല്ല കേട്ടോ. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഹൈ പോകുന്നു അത്രത്തോളം നല്ലതാണ്. ഇപ്പൊ സാധാരണ ഏണിംഗ് ഗ്രോത്തിനേക്കാളും ബെറ്റർ ആയിട്ട് ഇപ്പൊ ROE അല്ലെങ്കിൽ ROC ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത് പൊതുവെ കമ്പനികൾക്ക് ഗുണകരമാണ്. അപ്പൊ ഇതിന് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ആപ്പിളിന്റെ ഒക്കെ കേസ് എടുത്താൽ നിങ്ങൾ 145% ഒക്കെ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ എക്സ്ട്രീം കേസാണ്. എക്സെപ്ഷൻസിനെ പറ്റി നമുക്ക് പറയാം. പക്ഷെ എത്രത്തോളം മേളിൽ വന്ന് അത്രത്തോളം കമ്പനിക്ക് അല്ലെങ്കിൽ നിക്ഷേപത്തിന് ഗുണം കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടാക്സ് മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് മാറ്റി നിർത്തി പ്രോഫിറ്റ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ EBIT ടാക്സ് കുറച്ചിട്ടുള്ള പ്രോഫിറ്റ്, കോർ എഞ്ചിന്റെ പ്രോഫിറ്റ്, നമ്മൾ ഈ പറഞ്ഞ കോർ ഓപ്പറേറ്റിംഗ്, ഇപ്പൊ ഇൻട്രസ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലല്ലോ, പക്ഷെ ടാക്സ് എന്തായാലും കൊടുക്കേണ്ടി വരും. അതായത് EBIT നമ്മൾ ഈ പറഞ്ഞ ടാക്സ് കുറച്ചിട്ട് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഇഗ്നോർ ചെയ്തുണ്ടാക്കുന്ന പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ വെച്ച് ഇത് കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമ്മളെ കോർ ബിസിനസ്സിൽ എത്രത്തോളം നല്ല രീതിയിലാണ് ഈ പറഞ്ഞ നിക്ഷേപം നടത്തിയിട്ടുള്ളത് കമ്പനി. അതായത് കോർ ബിസിനസ്സിൽ കമ്പനി എത്രത്തോളം നല്ല രീതിയിൽ ലോങ് ടൈമിൽ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ROIC നല്ലതാണെങ്കിൽ, അപ്പൊ അവിടെ നമ്മൾ ROEയുടെ കേസിലൊക്കെ ഇൻട്രസ്റ്റിന്റെ ഒക്കെ ഒരു അല്ലെ ഡെറ്റിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ പറഞ്ഞു. ആ ഒരു ഏരിയ നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. കോർ ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ ഈ പറഞ്ഞ WSCC ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായൊരു പിക്ചർ കിട്ടും. അപ്പൊ ലോങ്ങർ ടൈമിൽ അതൊരു നല്ലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പൊ ROICയും WSCC ആയിട്ട് നല്ലൊരു പോസിറ്റീവ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കമ്പനി വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ROIC അല്ലെങ്കിൽ ROE, ROA, ROCE എന്നുള്ള മെട്രിക്സ് കൊണ്ടുള്ള ഗുണം. അപ്പൊ ഇതിനെ ഫോളോ ചെയ്ത് നമ്മളൊരു വാല്യുവേഷന്റെ അല്ലെങ്കിൽ മോട്ടിന്റെ ഒക്കെ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. മറ്റൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ദിസ് ഈസ് യുവർ ഹോസ്റ്റ് പ്രവീഷ് സൈനിങ് ഓഫ്.